അതെ, നിങ്ങളിപ്പോൾ കേട്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടതോ? അതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ 20 വയസ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടമാണ്. ഡോക്ടർ ഐഷ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവും ഇവരുടെ വീഡിയോ ഇതിനോടകം നിങ്ങൾ പലരും ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതായത് ഇന്നേക്ക് 12 ദിവസമായിട്ട് സ്വന്തം ഭർത്താവെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, നാഹിൻ്റെ മോനെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ സമരം ഒരുക്കുകയാണ്. ഇനിയിപ്പോൾ പലരും പറയുന്നുണ്ടാവും അവൻ്റെ ഒരു വേർഷൻ കേട്ടിട്ടില്ലല്ലോ, അവൻ്റെ ഒരു സൈഡ് കേട്ടിട്ടില്ല. ഒന്നും ശരിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അവൻ്റെ സൈഡ് അല്ലെങ്കിൽ അവൻ എന്താ പറയാനുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അവൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ല അവൻ എന്താ പറയാനുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അത് കേൾക്കണേക്ക് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ അവൻ്റെ ഭാഗം കേൾക്കണ്ടേ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിലൊരു ന്യായം പെൺകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഐഷയുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കണ 2-3 പോസ്റ്റുകളിൽ കൂടി തന്നെ ആദ്യം പോവാം. ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാകുന്നു ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്, 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ആദ്യം നമുക്ക് ഉദ്ദേശത്തിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കല്യാണം നടത്തിക്കൊടുത്ത മഹലും എൻ്റെ മഹലും നമ്മുടെ ജീവിതം ഇങ്ങനെയായതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരിക. അതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിശദീകരണം തരിക. രണ്ടാമത്തെ ആവശ്യം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി താമസിക്കാനായി എനിക്ക് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ കയറി താമസിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് SHOക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓർഡർ കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വാതിൽ പൂട്ടി, ആദ്യം വാതിൽ പൂട്ടി, പിന്നെ കറണ്ട് കട്ടാക്കി, പിന്നെ വെള്ളം കട്ടാക്കി. ഒരു സമയത്തിൽ അവർ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും എന്നെ അവിടെ കയറ്റില്ല എന്നുള്ളൊരു വാശി പുറത്തു നിൽക്കുകയാണ്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുക. ഇത് 2ആണ് എൻ്റെ സമരത്തിൻ്റെ ഉദ്ദേശം. എൻ്റെ ആവശ്യം, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ ഉപ്പ കല്യാണ സമയത്ത് തന്നിട്ടുള്ള 100 പവൻ സ്വർണം, അതേപോലെ ആ കാലഘട്ടത്തിൽ പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള 15 ലക്ഷം രൂപ, ഇതൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്നിൽ നിന്നും അപഹരിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മുതലല്ലല്ലോ, എനിക്കത് തിരിച്ചു തരിക, മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം അർഹിക്കുന്ന പോലെ എനിക്ക് തരിക. നാളിതുവരെ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കാതെ സൈഡാക്കി കൊണ്ടിട്ട് നടക്കുന്ന എൻ്റെ മകളെ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അവൾക്ക് വേണ്ടി അത് ചെയ്യുക. 2-3 കാര്യങ്ങൾ. എടാ നാണം കെട്ടവനെ, നിൻ്റെ കുടുംബക്കാർ, നിൻ്റെ തന്തയും തള്ളയടക്കം ഞാൻ പറയാം, നാണം കെട്ട തെണ്ടി തിന്നണ വർഗം. ആ പെണ്ണിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ കാശും കൊണ്ട്, അവളെ കെട്ടിയതിൻ്റെ പേരിൽ നീ വില പറഞ്ഞ് വാങ്ങിച്ച കാശും കൊണ്ട് നീ പഠിച്ച് ഡോക്ടർ എന്ന പറഞ്ഞ സാധനം നിൻ്റെ മുമ്പിൽ ചേർത്ത്, അല്ലെങ്കിൽ ഓക്കെ നിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു, അവളെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണ് നിൻ്റെ കഴപ്പ് തീർക്കാൻ വേണ്ടി മാത്രം. ഞാൻ അത്രേ പറയുള്ളൂ, അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സ്നേഹവും അങ്ങനെ ഒന്നുമില്ല. ഇവൻ്റെ വെറും മറ്റേ ഈ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അടുത്ത ആളെ കെട്ടി. കാര്യം അവിടെ ഒന്നും നടക്കാണ്ടായപ്പോൾ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അടുത്തത് വേണമല്ലോ. ഇവനൊക്കെ അങ്ങനെയാണ് ബേസിക്കലി. ഇതുപോലൊരു ഈ നിയമവും പറഞ്ഞ് ഓടി നടന്ന് കെട്ടാൻ നടക്കണ നാറികൾക്ക് എല്ലാവരുടെയും മെയിൻ പരിപാടി തന്നെ വെറും കഴപ്പ്. ആ കഴപ്പിൻ്റെ പുറത്ത് നീ അടുത്ത ആളെ കെട്ടുമ്പോൾ അവളുടെ നിന്ന് വാങ്ങിച്ച കാശ്, അവളുടെ നിന്ന് നീ അപഹരിച്ചെടുത്ത മുതൽ തിരിച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ കോമ്പൻസേഷൻ, ഞാൻ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും അനുകൂലിക്കുന്ന ആളല്ല. കാര്യം ഫേക്കായിട്ട് പല കോമ്പൻസേഷൻ പരിപാടികൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഇത് ന്യായമായിട്ടുള്ള കാര്യം. കൃത്യമായിട്ട് നീ ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയാണത്. പെൺകുട്ടി നിന്നെ വാപ്പ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് അവളിപ്പോൾ നിൻ്റെ തന്തക്ക് വിളിക്കേണ്ട അവസ്ഥയിൽ ആ കൊച്ചു വളർന്നു വരുമ്പോൾ ആവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെയൊക്കെ കഴിവേടാ. ഉണ്ടാക്കാൻ നടക്കരുതടാ. പക്ഷേ 10 രൂപയുടെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചാൽ കിട്ടാൻ പോരായിരുന്നു. എൻ്റെ കഴപ്പ് തീർക്കാനായിരുന്നെങ്കിൽ നായിൻ്റെ മോനെ. ഇങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. വെരി സോറി. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം എന്നോട് തോന്നുന്നുണ്ടെങ്കിൽ, പഴയ വീഡിയോസിലൊന്നും ഞാൻ ഇതുപോലെ തെറി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് തെറി പറയാൻ തോന്നി. ഞാൻ പറയുകയും ചെയ്യും അത്. കാരണം ഐ ആം എ മുസ്ലിം, ഞാനൊരാണാണ്. പക്ഷേ ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്. ആ മനുഷ്യനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും കാശുണ്ടെങ്കിൽ അത് വെച്ച് ജീവിക്കുക. അത് വെച്ച് കല്യാണം കഴിക്കാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടുക. അതല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ കെട്ടിയ പെണ്ണും അല്ലെങ്കിൽ ഇപ്പോൾ ആരായാലും കെട്ടുന്ന പെണ്ണും നീ തമ്മിലുള്ള കാര്യം ഒരിക്കണം. അതിൽ കാശിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, കാശിന് വേണ്ടി കെട്ടാൻ നിൽക്കരുത്.
ഈ ചെറ്റ ചെയ്തു വെച്ചാണ്. അതിപ്പോൾ കോഴിക്കോട് നിന്ന് കിട്ടിയെന്ന് പറയില്ല ഒരു പെണ്ണ്. ആ പെണ്ണിൻ്റെ അടുത്ത് ആ പെണ്ണെപ്പോഴെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇത്രേ പറയാനുള്ളൂ. ഇവളെ ഇന്ന് ഉപേക്ഷിച്ച് ഈ പെണ്ണിൻ്റെ കാശ് ഉപേക്ഷിച്ച് പോയെങ്കിൽ നാളെ നിന്നെ ഉപേക്ഷിക്കും. കാര്യം ഇവനൊക്കെ വേണ്ടത് കാശും പിന്നെ ശരീരവും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവനവർക്ക് കളയും. ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാനിത് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഇവന് പെണ്ണ് കെട്ടാം, വേറെ കെട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്തു, മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് കെട്ടണം. ചെയ്തില്ലല്ലോ, ഇല്ല. ഇതുപോലെ കുറേ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, പല കാസ്റ്റിലുള്ളവരുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ മുസ്ലിങ്ങൾക്ക് തെറി വിളിക്കാൻ നിൽക്കുന്നവരുടെ ഞാൻ പറയണേ, എനിക്ക് പേഴ്സണലി പല പെൺകുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും 2 വർഷമായിട്ട് അറിയാവുന്നൊരു പെൺകുട്ടിയുണ്ട്. ക്രിസ്ത്യനാണ് അവൾ. കല്യാണം കഴിഞ്ഞിട്ട് അവൻ പോയി UK കണ്ട് ഇതുവരെ ഡിവോഴ്സ് പോലും കൊടുത്തിട്ടില്ല നിലവിൽ. അപ്പോൾ അതാ അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. ഇതൊരു മതത്തിൻ്റെ അല്ല, ഓരോ വ്യക്തിനെ സംബന്ധിച്ച കാര്യമാണ്. ഇതുപോലത്തെ കുറേ വൃത്തികെട്ട വ്യക്തികൾ, കുറേ ആണുങ്ങൾ, നട്ടല്ലില്ലാത്ത കഴപ്പൂത്ത കുറേ സാധനങ്ങൾ കാരണം കുറേ സ്ത്രീകളുടെ ജീവിതം ഇവിടെ വെറുതെ വേസ്റ്റ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്ത്രീകളുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ കുറച്ചാൾ മുമ്പൊരു ബസ് കണ്ടക്ടർ മരിച്ചൊരു കേസില്ലേ, ആ സ്ത്രീയോ അവൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം എടുത്തുകൊണ്ട് അവൾ പോയത്. നാണം കെട്ട ചെറ്റകൾ. ഇനി ഇവർ ഈ സമരം നടത്തിയ സമയത്ത് സമരത്തിൻ്റെ ആ ഒരു ഇതായിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാനൊരു 7 ദിവസമായിട്ട് വളരെ ശാന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു സമരമാണ്. ഇന്ന് രാവിലെ മുതൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡേറ്റ് കൂട്ടി എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുതൽ ഞാൻ ആ കസ്റ്റഡിയിലാണ്, പുറത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ബാനറൊക്കെ ഇട്ടിട്ട് സമരം ഒന്നും കൂടെ കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നീതി കിട്ടേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണം, അതല്ലാതെ ആരും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തരുമ്പ് പിന്നോട്ടേക്കില്ല, ഇത് ഞാൻ മുന്നോട്ടേക്ക് തന്നെയാണ്. നീതി കിട്ടും വരെ പൊരുതുകയും ചെയ്യും. തീർച്ചയായിട്ടും നീതി കിട്ടുന്നവരെ നിങ്ങൾ പൊരുത് തന്നെ വേണം. ഇതിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറരുത്. ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥയാണത്. ഇത്രയും ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ട് പോലും സഹായിക്കാൻ ആരുമില്ല. മഹല്ല് കമ്മിറ്റി മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കാശും വിഴുങ്ങി കല്യാണത്തിൻ്റെ അന്ന് നെയ്ച്ചോറ് ഇറച്ചിയും വായിൽ വെട്ടി വിഴുങ്ങാൻ വേണ്ടി തന്നെ കുറേ അലവലാദികളുടെ അടുത്ത് കൂടിയാണ് ചോദിക്കണം. ഇവരുടെ ഇതിന് കൂട്ടുന്നവരുടെ അടുത്ത് നാണുണ്ടോടാ നിനക്കൊക്കെ? ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എൻ്റെ അവരുടെ കൂടെ പോയി സമരമിരിക്കാറുന്നില്ലേ? ഓ അത് പറ്റത്തില്ലല്ലേ. നെയ്ച്ചോറ് ഇറച്ചിയും തിന്നാനും അവിടെ നിന്ന് സൊറ പറഞ്ഞു പോരാനും 2 പ്രസംഗം കാച്ചാൽ മാത്രം നിന്നെ കൊണ്ടൊക്കെ കൊള്ളുള്ളൂ. അല്ലെങ്കിൽ കല്യാണം നടത്തി കൊടുത്ത ഉസ്താക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരവിടെ പോയി സമരമിരിക്കേണ്ട അവസ്ഥ ഒരു ലേഡിക്ക്. സ്വന്തം ഭർത്താവെന്ന് വിളിക്കുന്നില്ല എനഗെയിൻ, ഒരു നാറിയുടെ വീട് കല്യാണം കഴിച്ചാൽ നാറിയുടെ വീടിൻ്റെ മുമ്പിൽ സമരമിരിക്കേണ്ട അവസ്ഥ. ആ നാണം കെട്ടവൻ്റെ വീടിൻ്റെ മുമ്പിൽ സമരമിരിക്കേണ്ട അവസ്ഥ. ഇനി ആ 10 വയസ്സൊന്നും കണ്ടെന്ന് പറഞ്ഞു മോളുടെ പ്രായം. ആ കൊച്ചിനെ കൊണ്ടുവന്നിരുത്തണോ? ഇന്ന് ലൈവായി ഞാൻ കേട്ട കുറച്ച് വാക്കുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. നീ അഴിഞ്ഞാടി നടക്കുന്നവളാണ്, നീ ഉരുമ്പെട്ടവളാണ്, വല്ലവൻ്റെയും കൂടെ നടന്ന് കുട്ടികളുണ്ടാക്കിയിട്ട് ഇവിടെ കയറി പ്രശ്നമുണ്ടാക്കുന്നോടി. നീയൊക്കെ ശരിക്കും ഒരു ഡോക്ടർ തന്നെയാണോ? വേറെ വല്ല പണിക്കുമ്പോടി. നീയൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഞാൻ ഇന്ന് കേട്ടിട്ടുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ. നിങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ സമൂഹം നിങ്ങളെ വാക്കുകൾ കൊണ്ട് പിച്ചു ചീന്തും. സമൂഹം എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ഇപ്പോഴും തലയിൽ വെയിൽ അടിക്കാത്ത കുറേ നാണം കെട്ട ജന്മങ്ങൾ, അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും. അങ്ങനെയുള്ളവരെ പറഞ്ഞാൽ സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കരുതായിരുന്നു നിങ്ങൾ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ആ ലേഡിയുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ്. ഈ കുട്ടി വല്ലവൻ്റെ കൂടെ കിടന്ന് കൊച്ചുണ്ടാക്കിയെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ DNA ടെസ്റ്റ് എടുത്ത് കാണിക്കണമായിരുന്നു. ഇന്ന് ആ പറഞ്ഞവൻ്റെ മോന്തൊക്കെ വലിച്ചെറിയണമായിരുന്നു. ഇത് ഏതവൻ പറഞ്ഞതാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യം തന്നെ. ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയും ഒരു സമരത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോഴേക്കുമാണ് ഇവന്മാർക്കൊക്കെ കൂരി കൊട്ടണം. കാര്യം ഇവന്മാർക്ക് പിന്നെ കള്ളവടി വെക്കാൻ വേണ്ടി ഓരോരുത്തരെ കല്യാണം കഴിച്ച് കിടക്കാൻ പറ്റത്തില്ലല്ലോ. അത് അറിഞ്ഞ് നാണക്കേട് ആവുമല്ലോ, അല്ലെങ്കിൽ അവന് നാണക്കേടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇതല്ലേ വഴിയുള്ളൂ. ഇവളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീനെക്കുറിച്ച് അപവാദം ഇങ്ങനെ പറഞ്ഞു കിടക്കുക. എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് മറ്റൊരു ബന്ധം ഉണ്ടായതിൻ്റെ പേരിൽ അവന് ഉപേക്ഷിച്ചാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം വന്നിട്ടൊരു സമരം ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, എന്തും ആയിക്കോട്ടെ, അവരെന്ന് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്തുകൂടാ നാണം കെട്ടവനെ നിനക്ക്. അത്ര ഞാൻ പറയുന്നുള്ളൂ. മാന്യൊരു ഡിവോഴ്സ് ചെയ്തിട്ട് നിനക്ക് കെട്ടിയാൽ പോരെ? അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെയാണ് ആ പോയിൻ്റ്. ഈ സ്ത്രീയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവന് ഡിവോഴ്സ് ചെയ്യാലോ, ഇവന് കോമ്പൻസേഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാലോ. ഇവനൊരു ജോലിയും തിരിച്ചു കൊടുക്കേണ്ട വരത്തില്ല ചിലപ്പോൾ. അതൊന്നുമില്ല. അപ്പം മനസ്സിലായല്ലോ ഇവൻ്റെയൊക്കെ അസുഖം എന്താണ്? വെറും കഴപ്പ്. ആ കഴപ്പ് ഞങ്ങളെല്ലാവരും കൂടി ഈ പറഞ്ഞ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമേഴ്സും കൂടിയാണ് തീർത്ത് തരാം.
എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കാവുന്ന പോലെ എനിക്കൊന്ന് ഉത്തരം തന്ന് സഹായിക്കൂ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് നിക്കാഹുകൾ നടക്കുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ എടക്കാളയൂർ എന്നുള്ള ഒരു മഹലിലാണ്. ഇവിടെയുള്ള പ്രാക്ടീസ് ഞാൻ പറയാം. വരൻ്റെയും വധുവിൻ്റെയും എവിടെയാണോ നിക്കാഹ് നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ മഹലിൽ നിന്നും ഒരു ലെറ്റർ വേണം. അതായത് ഏത് തരം വിവാഹമാണ്, ഇദ്ദേഹത്തിന് മുന്നേ ഭാര്യയുണ്ടോ, വല്ല ബാധ്യതകളുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ 2ാം വിവാഹത്തിന് ഇങ്ങനൊരു ലെറ്റർ എൻ്റെ മഹലിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ മഹൽ നിവാസികളാണ് കേട്ടോ, ഒരേ നാട്ടുകാരാണ്. അയ്യോ അത് പേടിക്കേണ്ട, അത് ഇഷ്യൂ ചെയ്യാത്ത വേറെ ഒന്നുമല്ല. ഇമാരി കള്ളവടി സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണതിന് ഇവരങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നും നോക്കത്തൊന്നുമില്ല. സത്യം. അല്ലാതെ നേരെ ഒരു ആദ്യത്തെ ഒരു കല്യാണമൊക്കെ കഴിക്കുമ്പോഴേക്കും ഇതിനെല്ലാത്തിനും എല്ലാവരും നല്ല രീതിക്ക് വൃത്തിക്ക് വന്ന് തിന്നിട്ട് പോവും, നക്കിയിട്ട് പോവും. പക്ഷേ ഇതുപോലത്തെ കള്ളവടി സെറ്റപ്പ് ഉണ്ടാക്കാൻ നേരത്തെ ഇവർ ഇതൊന്നും നോക്കത്തില്ല. അത്ര നല്ല ആൾക്കാരാണ് ചില മഹലുകളിലിരിക്കുന്നത്. എല്ലായിടത്തും കാര്യമല്ല കേട്ടോ പറഞ്ഞാൽ, ചില മഹലിൽ. പിന്നെ ഈ പെൺകൊച്ചിൻ്റെ കെട്ടിയവനായ പരനാറിയുടെ 2ാമത്തെ ഉണ്ടാക്കിയ കല്യാണത്തിന് കൂട്ടുന്ന വേറൊരു തന്തയില്ലാത്തവനുണ്ട്. അവരുടെ പേര് പറയുന്നുണ്ട്. ഞാൻ പേര് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഒരു പേര് പറയുന്നുണ്ട്. അവനോട് ചോദിക്കട്ടെ, എടാ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ സ്വന്തം മോക്കാണെന്നുണ്ടെങ്കിൽ നീ ഇമാതിരി പരിപാടി നീ കൂട്ടുനിന്ന് ചെയ്യോടാ ചെറ്റേ. ഞാൻ ഇന്നലെ മിനിഞ്ഞാണെങ്ങാണ്ട് ഞങ്ങളിവിടെ ഒരു ചർച്ച ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഈ പരിപാടി എടുത്ത് മാറ്റണം. ഏത് കല്യാണം കഴിച്ച് ലീഗലി മാരേജ് ചെയ്യണം. ലീഗലി രജിസ്റ്റർ ഓഫീസും മറ്റ് പരിപാടിയൊക്കെ ആയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ, ലീഗലി മാരേജ് ചെയ്യണം. അതായിരിക്കണം മാരേജിൻ്റെ മാനദണ്ഡം. അങ്ങനെയാണ്, അതിപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ പോലെ മഹലിൽ പോയി ഒപ്പിട്ട് മറ്റേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ലീഗൽ മാരേജ് അല്ല. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ പേപ്പർ പള്ളിയിൽ കൊടുത്തിട്ട് വേണം പള്ളിക്കാരൊക്കെ ഇന്ന മഹലിൽ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന പെൺകുട്ടീനെ കെട്ടിച്ചുകൊണ്ട് വന്നു അവിടെ വെറുതെ ഒരു എൻട്രി, അത്രയും മതി. അല്ലാണ്ട് ഇതിൻ്റെ ഈ കല്യാണത്തിൻ്റെ മെയിൻ സംഭവം മഹലും പള്ളിയാന്നുള്ള സാധനം എടുത്തങ്ങ് മാറ്റണം. നിയമമാറ്റം വരണം. അത് അമ്പലത്തിലായാലും ഇനി ചർച്ചിലായാലും മാറ്റണം. ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള കല്യാണം കാര്യങ്ങളും മതി ഇവിടെ. ഇതൊക്കെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് പണ്ടത്തെ കാലഘട്ടമല്ല, ഇവിടെ ഓരോ കാര്യങ്ങളും മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. മതത്തിൻ്റെ പേരും പറഞ്ഞ് മിസ്യൂസ് ചെയ്യൽ നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ജീവിതം നശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റം വരണം. ഈ ലേഡി തന്നെ പറയുന്ന ഒരു വേർഷൻ ഞാൻ വെച്ച് തരാം ഈ ഒരു കാര്യത്തെക്കുറിച്ച്. ഇനി ഇത് ഓൾറെഡി ന്യൂസിൽ വന്നു തുടങ്ങിയിട്ടോ, ന്യൂസ് മലയാളത്തിൽ വന്ന റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. ആയിട്ടുള്ള ഡോക്ടർ ആയിഷ മുഹമ്മദാണ് കഴിഞ്ഞ 12 ദിവസങ്ങളിലായി ഈ കാണുന്ന ഭർത്താവിൻ്റെ വീടിന് മുന്നിൽ സമരമിരിക്കുന്നത്. 10 വയസ്സുകാരിയായിട്ടുള്ള മകളുമായിട്ടാണ് കഴിഞ്ഞ ഇത്രയധികം ദിവസങ്ങളായി ഇവരിവിടെ തുടരുന്നത്. ഭർത്താവ് താനറിയാതെ 2ാമതൊരു വിവാഹം കഴിക്കുകയും അത് നിയമപരമായും മതപരമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാതെ അത്തരത്തിലൊരു വിവാഹം കഴിക്കുകയും തനിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് അതിൻ്റെ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാതെയും കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെയുമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. അതിന് മഹല്ല് കമ്മിറ്റി അടക്കം ആ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും ആയിഷ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഇരിക്കുക? ഒരു കുടുംബ പ്രശ്നമാണല്ലോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ഒരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ഇതിലൊരു സമരത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് ഇതിനകത്തൊരു കൃത്യമായ തീരുമാനം എടുക്കുന്നില്ല. അദ്ദേഹത്തിന് കുറക്കാലമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഈ ബന്ധം നിലനിൽക്കെ ശരിക്കും ധാർമ്മികമായിട്ടും ഇസ്ലാമികമായിട്ടും ഇന്ത്യൻ നിയമപ്രകാരവും ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്യാണ്ടാണ് ഇദ്ദേഹം 2ാം കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ മഹലിൻ്റെ സമ്മതമില്ലാതെയാണ് ഈ കല്യാണം നടന്നിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. അതോടൊപ്പം ഇവിടെ നിന്ന് ലെറ്റർ ഇല്ലാതെ മാണിയമ്പലം, പൂവാറ്റുപറമ്പ്, കോഴിക്കോട് അവിടുത്തെ മഹൽ കമ്മിറ്റിയാണ് ഈ 2ാം വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനും എൻ്റെ കുട്ടിയും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ സ്വർണം, ഒരു 100 പവൻ സ്വർണം, 15 ലക്ഷം രൂപ, എൻ്റെ മകളുടെ കാര്യങ്ങൾ ഒന്നും തീരുമാനം. എടാ 100 പവൻ സ്വർണ്ണോ? അത് അന്ത കാലത്തിൽ കൊടുത്തത്. ഇപ്പം എത്ര വാല്യൂ ഉണ്ടാവും അതിന്? വെറുതെ അല്ല ഈ ചെറ്റയും ചെറ്റയുടെ കുടുംബം കൊടുക്കാത്ത. ആരും ഇങ്ങനെ പെണ്ണുങ്ങളെ കെട്ടി പറ്റിച്ചുണ്ടാക്കണ കാശല്ല. അങ്ങനെ ജീവിക്കണം, അങ്ങനെ തിന്ന് ജീവിക്കണവനല്ലേ. അവൻ പഠിച്ച ഡിഗ്രി പോലെ ഈ ഒരു പെണ്ണിൻ്റെ കാശിലാന്ന് ആലോചിക്കുമ്പോൾ നാട്ടലില്ലാത്ത നാണം കെട്ട പണിയെടുക്കാൻ കഴിവില്ലാത്ത വെറും ബയോളജിക്കൽ വേസ്റ്റാടാ നീ. സത്യം. നീ ഇതൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കണ്ടെങ്കിൽ നിൻ്റെ നെഞ്ചത്തൂത്താൻ തന്നെ ഞാൻ പറഞ്ഞത്. കാര്യം ഞാനും ഒരാണാ, 10-31 വയസ്സായി. ഇമാരി നാരത്തരൊന്നും എൻ്റെ ഒന്നും തലേ കൂടി പോലും പോകണില്ല. കെട്ടാണെങ്കിൽ തന്നെ ആയാലും 5ൻ്റെ പൈസ തരാണ്ട് കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരുമെങ്കിൽ മതിയിടാ, അത് മതി. അല്ല എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നാൽ പോലെ ആ കുടുംബത്തിൽ നിന്ന് ഞാൻ കെട്ടത്തില്ല. എൻ്റെ വീട്ടുകാർ പ്രത്യേകിച്ച് അടുപ്പിക്കത്ത് പോലുമില്ല. ഇനി ഇതിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ മഹല്ല് കമ്മിറ്റിനെ ഞാൻ കുറേ തെറി പറഞ്ഞിട്ടുണ്ട്. അതായത് മൊത്തത്തിലല്ല, ഇതിന് കൂട്ടുന്ന നാറികളാണ് ഞാൻ തെറി പറഞ്ഞത്. ശരിക്കും തെറി പറയാൻ വേണ്ടി മുമ്പിൽ ഇങ്ങനെ നിന്ന് തന്ന ഒരു മുതലുണ്ട്. മറനാടൻ്റെ ഈ ഇഷ്യൂനെ കുറിച്ചുള്ള വീഡിയോ കണ്ടാൽ അറിയാം. അതായത് എന്നെ തെറി പറഞ്ഞോ, ഞാൻ ഈ തെറി കേൾക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കിളവൻ, ഈ വയസ്സായവരെ സത്യം പറഞ്ഞ തെറി പറയാൻ പാടില്ല, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. എന്നാൽ ഈ പരനാറിനെ ഞാൻ 2 പറയും. ഇവൻ പറയണ കേട്ട് നോക്കിക്കോ. തോന്നിയ ദിവസം ചെയ്യാൻ പറ്റുമോ?
ഒരു നല്ല ഹലാലായ നിലക്ക് എല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് സൈകെട്ട പാവം ചെയ്തിട്ടുണ്ടാവും. നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ഡിവോഴ്സ് ചെയ്യുക എന്തിനാ? ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരോട് ജീവിക്കാൻ അവകാശമുണ്ട്. നിൻ്റെ തന്ത തന്ന അവകാശമാണോടാ കിളവാ? നിൻ്റെ തന്ത തന്ന അവകാശമാണോ? അവൻ വന്നിരുന്ന് പബ്ലിക്കായിട്ടൊരു ചാനലിൻ്റെ മുമ്പിൽ, അവനത് അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം, വന്ന് പറയണം ഒരു പുരുഷന് 3-4 കെട്ടാനുള്ള അവകാശം ഉണ്ടെന്ന്. എടാ എന്നാൽ സ്ത്രീകൾക്ക് അവകാശം കൊടുത്താൽ സ്ത്രീകളും കെട്ടി തുടങ്ങട്ടെ. നീയൊക്കെ പറയാനുള്ള അവന് ഹലാലായ പരിപാടിയല്ലേ, അവനെങ്ങനെ മുമ്പോട്ട് പോകുന്നു? ആ മുമ്പോട്ട് പോകുന്നു, എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഉദ്ദേശം എന്താ അറിയോ? ഡെയിലി പരിപാടി കിടക്കണ്ടേടാ, മറ്റേ ഡിങ്കോൾഫി കിടക്കണ്ടേ? അത് പറ്റുന്നില്ലല്ലോ എന്നാണ് കിളവൻ ഉദ്ദേശിച്ചത്. കിളവൻ അങ്ങനത്തെ ഒരു വെട്ടവിളിയനായിരുന്നു അതിൽ തന്നെ വ്യക്തമാണ്. അത് ഞാൻ കാണിച്ചു തരാം കിളവൻ പറയണ സാധനം. അപ്പോൾ അവനത് പറ്റുന്നില്ല, അപ്പം വേറെ കെട്ടി എന്ത് ചെയ്യുക? അത് മനുഷികമല്ലേ? 4 എണ്ണം കെട്ടാലോ? 4 എണ്ണം കെട്ടിയാലും കുഴപ്പമില്ലെങ്കിൽ നീ 8 എണ്ണം കെട്ടടാ. ഞങ്ങൾ കുറേ നല്ല മുസ്ലിംസ്, മനുഷ്യരായിട്ട് ജീവിക്കുന്ന കുറേ നല്ല മുസ്ലിംസ് ഉണ്ട്. അവർക്ക് വേണ്ടി ഇവിടെ പറയണേ, നീയൊക്കെ കൂടി എങ്ങനെയെങ്കിലും വല്ല ബസ്സും വണ്ടിയും പിടിച്ചിട്ട് വേറെ വല്ല രാജ്യത്തോട്ട് പോകും. നിനക്കൊക്കെ പറ്റിയ വല്ല സ്ഥലങ്ങളുണ്ട്. ഗൾഫ് കൺട്രിയിലോട്ടൊന്നും പോകില്ല കേട്ടോ, അവിടെയൊക്കെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതല്ലാണ്ട് ഈ പെണ്ണുങ്ങളെ മറ്റേ കൊച്ചുണ്ടാക്കാനും അല്ലെങ്കിൽ ഈ പരിപാടിക്കും വേണ്ടി മാത്രമായിട്ട് കണ്ട് അവരുടെ ജീവിതവും അവരെ അങ്ങനെ ലിമിറ്റ് ചെയ്ത് ജീവിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അങ്ങോട്ട് വല്ലതും പോകുന്നീയൊക്കെ വണ്ടി കയറി. അതാണ് നിനക്കൊക്കെ പറ്റിയ സ്ഥലം. പടുവാഴക്കിളവാ. ഇവർ പറയാനുള്ള അടുത്ത കൂടി കേട്ട് നോക്കാം, എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് തെറി പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ നിയമത്തിൽ അത് നടക്കും. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്, അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ വകുപ്പുണ്ട്. 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? ഞാൻ 2 കല്യാണം കഴിച്ചു. 2 പേരോ? 2 പേരും ഇവിടെ ഉണ്ട്. ഒന്ന് എൻ്റെ വീട്ടിലുണ്ട്, ഒന്ന് എൻ്റെ ഭാര്യയുടെ വീട്ടിലുണ്ട്. 2 പേരും ഒറ്റ വീട്ടിൽ നിർത്തത്തില്ല? ഒരു വീട്ടിൽ നിർത്തത്തില്ല 2 പേരും? ഇതിപ്പോൾ എൻ്റെ വീടല്ലല്ലോ, ഇവിടെ ഉള്ളത് എൻ്റെ വീടല്ല, അത് ആപ്പിളുടെ വീടാണ്. എന്തുകൊണ്ടാണ് ഈ 2 കല്യാണം കഴിച്ചത്? അത് സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കുള്ളൂ. എന്തിനാടാ പാവം സ്ത്രീനെ പറയണേ സ്വഭാവ ദൂഷ്യം എന്ന്? എന്നിട്ട് ഇവൻ്റെ വീടും പറമ്പൊക്കെ എന്താണ്ട് അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല കേട്ടാ. ആ സ്ത്രീക്ക് വേണ്ടി, അതായത് ഇവൻ ആദ്യം കെട്ടിയ ആ സ്ത്രീക്കും അതിലുള്ള മക്കൾക്കും വേണ്ടി ഞാൻ പറയാം. അതിനു വേണ്ടി മാത്രം ഞാൻ ഇവനെ തെറി വിളിക്കാം. ഈ പടുവാഴക്കിളവനുണ്ടല്ല, ഇവൻ്റെ കഴപ്പിന് വേണ്ടി ഒരു സ്ത്രീയുടെ, ഒരു കുട്ടിയുടെ, കുറച്ച് കുട്ടികളുടെ ജീവിതം നശിപ്പിച്ച്, എന്നിട്ട് ഇവൻ്റെ കഴപ്പ് മാറാണ്ട് ഇവൻ അടുത്ത ആളെയും കെട്ടിയിട്ട് ആ ജീവിതം വഴി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അടുത്ത് പറയണേ ഡിവോഴ്സ് ചെയ്തിട്ട് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഈ എണീറ്റ് അടക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഇവൻ്റെയൊക്കെ വായിന്ന് തന്നെ വർത്താനം കേട്ടില്ല, ഈ വേഷം. ഇതാണ് ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മക്കളുണ്ടോ? 2 മക്കളുണ്ട്. അവർ കാണാറുണ്ടോ? അവരായിട്ടൊന്നും കാണലും സംസാരിക്കലൊന്നുമില്ല. അപ്പോൾ ആളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നത്? ഞാനും എൻ്റെ വീടും എൻ്റെ അതെല്ലാം കൂടി. അവരെ കാണലും പല മക്കളെ കാണലൊന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് തന്നെ എന്തിനാ? ഈ പെണ്ണുങ്ങൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ വേർത്ത് കുളിച്ച് പണിയെടുത്ത് നശിഞ്ഞ് എന്താ പറയുക അടുക്കളപ്പണിയും ചെയ്ത് അമ്മായിമ്മയുടെ ആട്ടും തുപ്പും കേട്ടെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്കും കുളിച്ചൊരുങ്ങി ഇവൻ്റെയൊക്കെ കൂടെ വന്ന് കിടക്കണം. എന്നിട്ട് അതിലുണ്ടാവുന്ന എന്താ പറയുക ഇവനെന്നത് അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. അതിലുണ്ടാവുന്ന കുറേ ഇതാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും ഇവനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റുകൾ കുട്ടികൾ. കാരണം ഇവൻ്റെ കഴപ്പ് തീർക്കുമ്പോൾ അതിൽ കിട്ടുന്ന കുറച്ച് വേസ്റ്റായി പോകുന്ന സംഭവങ്ങളാണ് കുട്ടികൾ. ഇവനെപ്പോലുള്ള നാറികളുടെ കേട്ടോ, ഇവനെപ്പോലുള്ള നാറികളുടെ കാര്യം പറയണ്ട. എന്തൊരു ജന്മങ്ങളാണെന്ന് ആലോചിക്കണേ. കേട്ടിട്ട് എനിക്കിങ്ങോട്ട് തരിച്ച് വന്ന് എടാ ഈ അടുത്ത കാലത്തും ഇതുപോലെ വന്ന് പച്ചക്ക് ചെറ്റത്തരം പറയണ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവൻ്റെയൊക്കെ നാട്ടിൽ ജീവിക്കണ ഇതുപോലെ ഈ പെൺകുട്ടിയുടെ എന്തോ മറ്റേ ഭർത്താവ് എന്ന് പറഞ്ഞ ആളല്ലേ, ഇവൻ്റെയൊക്കെ നാട്ടിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ നാട്ടുകാരെ മൊത്തം പറയുന്നതല്ല കേട്ടോ. ആ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എവനെയൊക്കെ അടിച്ചോടിച്ചോ, ആ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചോ. നിങ്ങളുടെ നാടിന് കൂടി നാണക്കേടാ. പടുവാഴക്കിളവനൊക്കെ വന്നിരുന്ന് പറയണ കൊണ കേട്ടില്ലേ. ഇനി ഈ ലേഡിക്ക് പറയാനുള്ള മറുനാടനിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകാം നമുക്ക്. പുരുഷന് സാധ്യമാകുമ്പം അതിലെ പെണ്ണിനെ കേൾക്കാൻ ഒരു ഇടയില്ലാതാവുന്നത് അതൊരു അരാജകത്വമാണ്. ഞാൻ പറയണ അനീതി എന്നുള്ളതിനപ്പുറത്തേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ഓർഡറൊക്കെ വരണം. പൊതുസമൂഹം ഇതിൽ ഉണർന്നാലല്ലേ ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുള്ളൂ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുസ്ലിം രാജ്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, ഇസ്ലാമിക് ലോസ് ഫോളോ ചെയ്യുന്ന ആ നാടുകളിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്.
അപ്പം നമുക്കൊരു പെണ്ണിന് പോകാൻ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമ്മളെ മഹലും കേൾക്കില്ല, അവരുടെ മഹലും കേൾക്കില്ല. കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ നിയമ സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നീതി കിട്ടാൻ എത്ര വർഷങ്ങൾ കാത്തിരിക്കണം? തീർച്ചയായിട്ടും ഞാനിത് മുസ്ലിമുകളെ മൊത്തം തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് പറയണത്. മുസ്ലിമുകളുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ മുസ്ലിം മതത്തിൻ്റെയും കുഴപ്പമല്ലത്, ചില വ്യക്തികളുടെ പ്രശ്നവും. ഒരു സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണെന്ന് പോലും ഇപ്പോഴും അറിയില്ല. പണ്ടെപ്പോഴൊക്കെയോ ഈ പറഞ്ഞ പോലെ നബിമാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞു വെച്ചാൽ എഴുതപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുക. ഇതൊക്കെ എല്ലാ മതത്തിലും പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാലക്രമേണ ഓരോന്നിനും മാറ്റം വരണം. ഇതൊന്നും ഇല്ലാണ്ട് ഏതോ നൂറ്റാണ്ടിൽ ജീവിച്ച് 4 കല്യാണം കഴിക്കുക, എൻ്റെ കഴപ്പ് ഞാൻ തീർക്കും, ഇനി ഞാൻ കിട്ടും എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറേ ഫുണ്ടുകളുള്ളിടത്തും കാലം അവറ്റകളെയാണ് ആദ്യം അടിച്ചു കൊടുക്കേണ്ടത് നാട്ടിൽ നിന്ന്. പിന്നെ ഗൾഫിലെ കാര്യമൊക്കെ പറഞ്ഞു, അറബികളുടെ കാര്യം പറഞ്ഞു. അവിടെയൊക്കെ കൃത്യമായിട്ട് നിയമമുണ്ട്, കല്യാണം കഴിക്കാം, പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് നിയമങ്ങളുണ്ട്. തോന്നിയ പോലെ ഒന്നും ആരെയും കെട്ടാൻ പറ്റത്തൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവിടെയൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ അറിയാം. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാണ്ടല്ല അവൻ്റെയൊക്കെ ജീവിതം തീർന്നു. പിന്നെ കെട്ടണമെങ്കിൽ തന്നെ എന്താ പറയുക, ഒരു പെൺകുട്ടീനെ ഗൾഫ് കൺട്രീസിലൊക്കെ കെട്ടണമെങ്കിൽ തന്നെ, കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ അതിന് നിയമങ്ങളുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ. ഇവിടത്തെ പോലെ ഒരു ജോലിയില്ല പണിയില്ലാത്ത പെണ്ണിൻ്റെ സ്ത്രീധനം വാങ്ങിച്ച് നീ സെറ്റിലാവെന്ന് പറഞ്ഞ് കെട്ടുന്ന പരിപാടിയൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഓരോരോ വിടലകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഇനി ടുവാർഡ്സ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ടുവാർഡ്സ് എൻഡിലേക്ക് വരുമ്പോഴേക്കും ഒരുമാതിരി പാട്ടയുടെ അകത്ത് കരിങ്കല്ലിട്ട് അടിക്കുന്ന പോലത്തെ സൗണ്ടുള്ള ഒരു വൃത്തികെട്ടൻ വന്നിട്ട് എന്തോ പറയുന്നുണ്ട്. അവൻ ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഈ ചെക്കൻ്റെ കുടുംബത്തിലുള്ള ചെക്കൻ്റെ തന്ത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല തന്ത അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. അയാളുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. എന്തെങ്കിലും ലോജിക്കുള്ള കാര്യം സംസാരിക്കുക. ഓർഡറിൽ എവിടെ കയറാൻ പാടില്ല ഒന്ന് കാണിച്ചു തരണം. എവിടെ ഇതുകൊണ്ടാണ് ഞാൻ കോട്ടി പോണത്. എവിടെ ഒന്ന് സൂം ചെയ്തു ഇത് ഒന്ന് ഓർക്കൊന്ന് വായിച്ചോ, ഈ ഓർഡർ ഒന്ന് വായിച്ചോ. ഇതിലെവിടെ കയറാൻ പാടില്ല. ഓർഡർ വായിക്ക്. എന്താ വായിക്കുന്നത്? ദിസ് ഈസ് ആപ്ലിക്കേഷൻ ഹാസ് കോഡ്. പിന്നെ മോശം പറയരുതല്ല, നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കളയുന്നുണ്ട്. അതായത് കോർട്ട് ഓർഡർ വായിക്കാൻ വന്ന ഒരുത്തനാണ്. അവന് 5 പൈസയുടെ വിവരം ഇല്ലാന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. അല്ല അങ്ങനെ പൂട്ടി പോ. ഇനി നിങ്ങൾ തന്നെ പറയും. എൻ്റെ അടുത്ത വീട്ടിൽ കയറി താമസിച്ചോളാനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മജിസ്ട്രേറ്റും അത് തന്നെയാണ് സംസാരിച്ചത്. ഇവരുടെ അടുത്ത് ചോദിച്ചിരുന്നു അങ്ങനെ താമസിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ച സമയത്ത് ഇവരെന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് സമ്മതമല്ല എന്നുള്ളതാണ്. ഒന്ന് പോടാ വേടല്ലേ അവിടെ നിന്ന്. അവൻ്റെ കൊരക്കണം. വല്ല പെണ്ണിനെ കെട്ടി അവളുടെ കാശും കൊണ്ട് പൊട്ടുപടിച്ച് ജീവിച്ച് കുടുംബം വലുതാക്കി വീടും പണിത് ചെറുക്കനെ പഠിക്കാനും വിട്ടിട്ട് നാണം ഇല്ലാത്ത നിന്നിരുന്ന് പ്രസംഗിക്കണണ്ടില്ലേ. ഞങ്ങൾ മാന്യമായ കോമ്പൻസേഷൻ, എൻ്റെ മാന്യമായ കോമ്പൻസേഷൻ അല്ല. ഇവൻ്റെ മോനാണോ എന്ത് പണ്ടാറാന്ന് എനിക്കറിയില്ല. അവനെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് മാന്യമായിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ഡിവോഴ്സും വാങ്ങിച്ചു കൊടുത്ത് ഇവളുടെ നിന്ന് നക്കിയ കാശും തിരിച്ചു കൊടുക്കാറുന്നില്ലടാ ചെറ്റേ നിനക്കൊക്കെ. എന്നിട്ട് നീയൊക്കെ ഈ വന്ന് ഡയലോഗ് അടിക്കുമ്പോൾ നമ്മളൊക്കെ പറയും ശരി, 2 ഭാഗത്തും തെറ്റുണ്ട് ശരിയുണ്ടെന്നൊക്കെ നമ്മൾ വാദിക്കും. ഇവിടെ എനിക്കത് തോന്നുന്നില്ല. ഇനി എന്തായാലും അവൻ്റെ ഒരു വേർഷൻ അവൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിവിടെ കാണിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസ് കയറുന്ന സമയത്ത് പറഞ്ഞത് സൗന്ദര്യം കുറഞ്ഞു പോയി. പിന്നെ ഇവർ അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള ഫാമിലിയാണെന്ന് ചെക്കൻ്റെ. കൊടുത്തത് കുറഞ്ഞു പോയി നക്കി. 100 പവനോളം കിട്ടി. പിന്നെ 15 ലക്ഷം രൂപ നക്കിയതും പോരാണ്ടാണ് അവിടെ കുറഞ്ഞു പോയത്. അത് ഏത് കാലത്ത് ഉളുപ്പില്ലാത്തവനെ. പിന്നെ സൗന്ദര്യം ഡിനോസറിന് വയറ്റിളക്കം വന്ന പോലത്തെ നിൻ്റെയും മോന്ത വെച്ചിട്ടാണ് നീ ആ പെൺകൊച്ചിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയണേ. അയ്യേ, വളർന്നു വന്നത് ഒരു മോളാന്ന് ഓർക്കണം. പിന്നെ 2ാമത് കെട്ടിയ പെണ്ണിൻ്റെ അടുത്ത് ഓൾ ദ ബെസ്റ്റ്. നിന്നെ പ്രാവുന്നതല്ല, പക്ഷേ ഇതുപോലുള്ളൊരു സാധനം എന്ന് അറിഞ്ഞിട്ട് എന്തിനാ മോളെ ഇനം കെട്ടി ജീവിക്കണേ? നാളെ നിൻ്റെ കയ്യിലെ കാശ് വരുമ്പോൾ നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിയുമ്പോൾ നിന്നെയും കളയും. ഇവന് 4 കെട്ടാ, ഇനി 2 ബാക്കിയുണ്ട്. രക്ഷപ്പെട്ടോ മക്കളെ. ഇവനെയൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ടൊന്നും വേറൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ. അല്ലെങ്കിൽ ഒക്കത്തെ ഒരു കൊച്ചിനെ വെച്ച് തന്നിട്ടായിരിക്കും ഇവനൊക്കെ പിന്നെ കിടന്ന് അടുത്ത കളി കളിക്കാൻ പോകുന്നത്. അത് വെച്ചിട്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ. എന്താണ് ഈ ലേഡിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് അപമാനിക്കുന്ന ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. എന്തൊരു സ്റ്റാൻഡേർഡായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ പ്രതികരിച്ച മറ്റേ തൊരപ്പനുണ്ടല്ലോ, അയാളുടെ സംസാര രീതി, ഇവരുടെയൊക്കെ സംസാര രീതിക്ക് ഇത്രയും സഹിച്ച് അവിടെ 10-12 ദിവസം നിന്നിട്ടും അവരെ സംസാര രീതിക്കും അവരുടെ ഒരു വേ ഓഫ് ടോക്കിങ്ങിൽ സ്റ്റാൻഡേർഡിലൊന്നും ഒരു ഇതും വന്നിട്ടില്ല. ഒരു മോശമായിട്ടുള്ള ഒരു സാധനം പോലെ അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു പുതിയ മാറ്റത്തിനുള്ള തുടക്കമാവട്ടെ. എല്ലാവരും ഈ ഒരു ലേഡിയുടെ ഈ ഒരു സമരത്തിന് പങ്കുചേരുക. നമ്മളാൽ അറിയിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് അറിയിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പലരും വീഡിയോസ് ഇതിനോടകം തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാം മാക്സിമം റീച്ച് ഔട്ട് ചെയ്യുക, എത്തേണ്ടടുത്തേക്ക് എത്തിക്കുക. ഞാൻ അത്യാവശ്യം കുറച്ച് ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ബിക്കോസ് നട്ടലുള്ള ഒരാണെന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാനൊരിക്കലും ഒരു മതത്തിനോ ഒന്നിനെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നതാണ്. എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും സഹജീവികളോട് സ്നേഹമുള്ള ഒരാളാണ്. പലപ്പോഴും പല തെറ്റുകളും ലൈഫിൽ പല സമയത്തും എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്. അതെല്ലാം തിരുത്തി, അതെല്ലാം മനസ്സിലാക്കി നല്ലൊരാളായിട്ട് ജീവിക്കാൻ വേണ്ടി അങ്ങേയറ്റം എൻ്റെ സൈഡിൽ നിന്നുള്ള എഫോർട്ടും കൂടി ഇട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാൽ അതെനിക്ക് ബോധ്യമായാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഇത് പറയാം. ഈ സമരത്തിന് ഈ ഒരു ലേഡിയുടെ കൂടെ എൻ്റെ എല്ലാ ഫുൾ സപ്പോർട്ട് ഞാൻ അറിയിക്കുന്നു. പോകാനും അവിടെ കൂടെ ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇരുന്നാൽ ഇനി വേറെ ചീത്തപ്പേരുണ്ടാക്കി നോക്കി ഈ ചെറ്റകളൊക്കെ കൂടി തന്നെ. കുറച്ചധികം സ്ത്രീകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഇതേ അവസ്ഥയെ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അവിടെ പോയിരിക്കുക. പുതിയൊരു മാറ്റത്തിന് വേണ്ടി, പുതിയൊരു തുടക്കത്തിന് വേണ്ടി. ഈ നിയമങ്ങൾ മാറണം. ഇവൻ്റെയൊക്കെ 4-5 കെട്ടുന്ന ഈ കഴപ്പ് കെട്ട നിയമം മാറ്റണം. കോടതിയിൽ നിന്ന് അതിന് കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച് തന്നെ വേണം. ഇനി മതം പറഞ്ഞോ ഒന്നും ഒരു സ്ത്രീകളുടെ ജീവിതം ഒന്നും നശിപ്പിക്കാൻ ഒരുത്തരും ഇറങ്ങിത്തിരിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ നിർത്തുകയാണ്. സോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹൈപ്പ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ബട്ടൺ വരെ, ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതിനൊരു റീച്ച് ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ചില വീഡിയോസാണ് നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. എപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യണ പലരെയും നിങ്ങൾ തെറി വിളിക്കാറുണ്ട്, മറ്റേതൊക്കെ പറയാറുണ്ട്. എന്നെ അധികം ഇല്ലാത്ത കാര്യം, ഞാൻ വളരെ വ്യക്തമായിട്ട് വീഡിയോസ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ.